ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ അല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫ്രൈ പാനിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആണ് ചെയ്യുന്നത്. ചൂടായ എണ്ണയിലേക്ക് സവാളയും പച്ചമുളകും കറിവേപ്പിലയും ചുവന്നമുളകും ചേർത്തിട്ട് ഉപ്പും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അതിലേക്ക് വെണ്ടക്ക ചേർത്തിട്ട് തുറന്ന് വെച്ചിട്ട് തന്നെ നമ്മൾ ഇളക്കി ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതേപോലെ കയ്പ വെണ്ടക്ക ചെയ്തെടുത്താൽ അടിപൊളിയാണ് കേട്ടോ. വേണമെങ്കിൽ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി വെന്ത് വരുമ്പോൾ ലാസ്റ്റ് ഒരു മിനിറ്റൊക്കെ ആകുമ്പോൾ എടുത്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ എനിക്ക് ഫ്ലേവറൊക്കെ ഓക്കെയാണ്, ഉപ്പും മുളകൊക്കെ ഓക്കെ ആയപ്പോൾ ഞാൻ പിന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതാണ്, ഇത് നമ്മൾ വറുത്തെടുത്ത് കഴിഞ്ഞപ്പോൾ ഈ പാനിനകത്ത് ഇത്രയാണ് ഒട്ടിപ്പിടിച്ചിട്ടുള്ളത്. ഇത് കരിഞ്ഞിട്ടൊന്നുമില്ല. നമ്മൾ നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്യുകയാണെങ്കിലും ഇതേപോലെ വരും. ആ സമയത്ത് നമ്മൾ വീണ്ടും എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. ഞാൻ ഒരിക്കൽ കൂടെ ഒരു 2 സ്പൂൺ എണ്ണ ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ. എന്നാലും നമ്മൾ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യുമ്പോൾ ഇത്രയും ഒരു ഭാഗം ബ്രൗൺ ആയിട്ടേ വരുള്ളൂ, കരിഞ്ഞ് പിടിക്കുന്നൊന്നുമില്ല. ഇനി ഇത് വാഷ് ചെയ്യാനും ഭയങ്കര എളുപ്പമാണ് കേട്ടോ. ഇതിങ്ങനെ തന്നെ ഇരുന്ന് കഴിയുമ്പോൾ ഒന്ന് സോഫ്റ്റായി വരും. പിന്നെ വേണമെങ്കിൽ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് സ്പഞ്ച് കൊണ്ടൊന്ന് കഴുകി കൊടുത്താൽ മതി. പിന്നെ ഞാൻ ഈ ഒരു മുള്ളൻ മീൻ പൊരിച്ചെടുത്ത സമയത്ത് ചെറുതായിട്ടൊക്കെ അടിക്ക് പിടിച്ച് വന്നിരുന്നു കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു അവസ്ഥ. പക്ഷേ മോശമില്ല. ജസ്റ്റ് നമുക്കിതൊക്കെ ഒന്നിങ്ങനെ ചിരണ്ടി എടുത്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് വെള്ളം ഒഴിച്ച് വെച്ച് കൊടുത്താൽ മതി. നമുക്ക് സ്പഞ്ച് കൊണ്ട് തന്നെ നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ സ്ക്രബ്ബറോ അല്ലെങ്കിൽ ഹാർഡായിട്ടുള്ള മറ്റെന്തും കൊണ്ടും ഉരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു പാനിനെ കുറിച്ചുള്ള റിവ്യൂ വീഡിയോ. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.